ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു 8 ഇഞ്ച് പാൻ എടുത്ത് ഗ്രീസ് ചെയ്ത് വെക്കണം. അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായി വീണ്ടും നമ്മൾ ഗ്രീസ് ചെയ്യണം. ഞാനിവിടെ ഗ്രീസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് നെയ്യാണ്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഇവിടെ ഞാൻ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വൈറ്റിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് ബീറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാവാൻ വേണ്ടി വെക്കണം. 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ല ബട്ടർ മിൽക്ക് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഞാനിവിടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മാറ്റി വെക്കാം. അതിന് പകരമായി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുക. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അരിപ്പയിലൂടെ ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അതിനായി നമുക്ക് 2 ബൗൾ യൂസ് ചെയ്യാം. 2 ബൗളിലേക്ക് മാറി മാറി ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ. കുറച്ച് സമയം ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് പോവുക. പിന്നെ സെക്കൻഡിലേക്കും തേർഡിലേക്കും മാറ്റിയിട്ട് നല്ല ഹൈ സ്പീഡ് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഉപ്പിട്ടത് കൊണ്ട് തന്നെ വേഗം എഗ് വൈറ്റ് പതഞ്ഞ് കിട്ടും. ഈ ഒരു സ്ട്രക്ചർ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ആഡ് ചെയ്യാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കാം. പൊടിച്ച പഞ്ചസാര നമ്മൾ ചേർക്കുമ്പോൾ ഒന്നിച്ച് ഇടാൻ പാടില്ല. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ പഞ്ചസാരയും എഗ് വൈറ്റും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. ബീറ്ററിൻ്റെ ബ്ലേഡ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നത്. ഇത് ഒരുപാട് പതഞ്ഞ് വരണ്ട. നമ്മൾ ഈ എഗ് യോക്ക് ഒന്ന് നന്നായി പൊട്ടിച്ചെടുത്താൽ മതി. 4 യോക്കും നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നന്നായി എഗ് യോക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായി എഗ് വൈറ്റിലേക്ക്, അടിച്ചു വെച്ച എഗ് വൈറ്റിലേക്ക് ആഡ് ചെയ്ത് ബീറ്റർ കൊണ്ട് ലോ സ്പീഡിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പം ഇവിടെ എഗ് വൈറ്റും യോക്കും എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡി ആവാൻ വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കില്ലേ, അത് നോക്കാം. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്യണം. ഇതിലേക്ക് ഈ ബട്ടർ മിൽക്കിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യണം. നമ്മളിവിടെ ബ്ലൂ വെൽവെറ്റ് കേക്ക് ആണല്ലോ ചെയ്യുന്നത്. അതിന് ഞാനിവിടെ വേണ്ട ജെൽ കളർ ആഡ് ചെയ്യുന്നുണ്ട്.
ഒരു 3 to 4 ഡ്രോപ്സ് മതിയാവും, 4-5 തുള്ളി. നിങ്ങൾക്ക് കളർ എത്രത്തോളം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മിക്സ് ബട്ടർ മിൽക്ക്, ഓയിൽ, കളറ്, ഈ മിക്സ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഓൺ ചെയ്തിട്ടില്ല, വിസ്കും കൂടെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വിസ്കോ സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നല്ല കളറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ ബീറ്റർ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു സ്പാച്ചുലയോ വിസ്കോ ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടായാലും മതി. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടയില്ലാതെ ചെയ്യണം. ഒരേ ഭാഗത്തേക്ക് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കണം. ഈ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുഴുവൻ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇവിടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് നമ്മുടെ വെൽവെറ്റ് കേക്കിന് വെൽവെറ്റി ടെക്സ്ചർ നൽകുന്ന മിശ്രിതം. ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനിഗർ ചേർത്തതാണ്. വിനിഗർ ചേർക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞു വരും. അപ്പോൾ അത് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യേണ്ടതാണ്. ഇനി ഒട്ടും സമയം വൈകാനില്ല. നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കണം. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. കേക്ക് ടിൻ നന്നായി ടാപ്പ് ചെയ്ത് അതിൽ അടങ്ങിയിട്ടുള്ള എയർ ബബിൾസ് എല്ലാം കളയണം. അതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് കാണും, ഇതെല്ലാം കളയുക. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസ് 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത്. ഞാനിതിൻ്റെ മുകൾ വശം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത്. ഞാനിവിടെ ലോ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യണം. നിങ്ങളുടെ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം പൗഡേർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ക്രീം ചീസാണ്. ഞാനിവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വെൽവെറ്റ് കേക്കിന് സാധാരണ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് മാത്രമായാലും മതി. ഇവിടെ ഞാൻ 50 ഗ്രാം ക്രീം ചീസാണ് ചേർത്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും നന്നായി ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഓരോന്നായി ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ടേൺ ടേബിളിൻ്റെ മുകളിലായി ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡിന് മുകളിലായി ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. ഇത് കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെഷർമെൻറ്റിൽ ചെയ്തതാണ്. ഒരു കേക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കേക്കിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 2 കേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കളറ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ലെയർ ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പാലിൽ പൗഡർഡ് ഷുഗർ ഇട്ട് മിക്സ് ചെയ്ത മിശ്രിതം കൊണ്ടാണ് ഇവിടെ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം ആൻഡ് ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീം വെച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ അടുത്ത കേക്ക് ലെയർ വെച്ചു. പിന്നെയും സെയിം പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാൽ മിക്സ് ഒഴിച്ചു. അതിനുശേഷം ക്രീം വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ലാസ്റ്റ് ലെയർ നമ്മൾ ഏറ്റവും മുകളിൽ വെക്കുന്ന ലെയർ ഏറ്റവും അടിയിലത്തെ കേക്കിൻ്റെ അടിയിലത്തെ ലെയർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലായി തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി സൈഡിലും നമുക്ക് ഇതുപോലെ ക്രീം വെച്ച് നന്നായി ഫ്രോസ്റ്റ് ചെയ്യാം.
ഈ റെഡ് വെൽവെറ്റ്, ബ്ലൂ വെൽവെറ്റ് ഇങ്ങനത്തെ കേക്കിനൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കേക്കിൻ്റെ ഒരു പീസ് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഷാർപ്പ് എഡ്ജസ് ഒന്നും വരണമെന്നില്ല. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലെല്ലാം കേക്കിൻ്റെ പീസസ് ആണ് വെച്ച് കൊടുത്തത്. മുകളിൽ ഷെൽ ബോർഡർ വരയ്ക്കുന്ന നോസിൽ വെച്ച് ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. അടിപൊളി ബ്ലൂ വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ കേക്ക് നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.